ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്സ്പയറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ആണ്. 20th വീക്ക്ലി എക്സ്പയറിയുടെ ഫസ്റ്റ് ഡേ ആണ്. എക്സ്പയറി കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ഡേ അല്ല, നമ്മുടെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമുക്ക് 3 months മുമ്പ് തന്നെ നമുക്ക് കോൺട്രാക്ട്സ് സ്റ്റാർട്ട് ചെയ്യും. December 29 തന്നെ ഈ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കാം. ചാർട്ട്സിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് ഡൗൺ ആണ്. 83.75 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കാണുന്നുണ്ട്. നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. 25,700. 20th കോൾ ഓപ്ഷൻ. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ നമുക്ക് നോക്കാം. ഗ്യാപ്പ് ഫില്ലിംഗ് ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ അപ്പ് മൂവ് ഇന്നലെ ഒരു റിക്കവറി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിക്കവറി 2:30 ശേഷം ഇന്നലെ 2:30 ശേഷം ഒരു അപ്പ് മൂവ് നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ ത്രൂ ഔട്ട് ദ ഡേ നമുക്കൊരു ഡൗൺഫോളാണ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അവസാനം എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ആ ഒരു അവസാന കുറച്ച് സമയം 5 minutes ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഡൗൺ ആയി, അതിനുശേഷം ചെറിയൊരു പുൾ ബാക്ക്, വീണ്ടും ലോവർ ലോ കണ്ടിന്യൂസ് ഡൗൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവസാനം എക്സ്പയറിയുടെ സമയത്ത് നമുക്കൊരു അപ്പ് മൂവ് കാണാൻ സാധിച്ചില്ല, അവസാനം 1 മണിക്കൂർ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ആണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്പ് മൂവിൻ്റെ ഹയസ്റ്റ് ലെവൽ 25,760 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തിട്ട് കുറച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഗ്യാപ്പ് ഫില്ലിംഗ് വന്നു കഴിഞ്ഞു. $10 lakhs ലോസിലും ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ബൈയിങ് പ്രഷർ കാണാം. അപ്പോൾ നമ്മൾ 1.8 CR ആണ് നമ്മളിപ്പോൾ ലോഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലേക്ക് വന്നു. അതിനുശേഷം ഒരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുൾ ബാക്ക് വരും, നമുക്ക് അതിൽ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 200 ആണ് എടുക്കുന്നത്. ലോട്ട് സൈസ് പെർ എൻട്രി നമ്മൾ 200 വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് റിവാർഡ് വരും. അപ്പോൾ അതിന് തയ്യാറാവണം.
ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 25,700 ആണ്. അതിൻ്റെ ഹൈ വന്നിട്ടുള്ളത് 162.75 ആണ്. 162 വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഇപ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നമുക്ക് സമയമുണ്ട്, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. യെസ്, അറൗണ്ട് 1-2 lakhs 1 lakh. യെസ്, കോസ്റ്റ്. യെസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈസ് റിജക്ഷൻ ഫസ്റ്റ് 5 minutes ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. 5 minutesലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനുശേഷം ആ ഒരു ഹൈ റീടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. മേ ബി ആ ഒരു ഹൈ റീടെസ്റ്റിൽ തന്നെ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് 5 minute ക്യാൻഡിൽ ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം 50% ക്യാപിറ്റൽ ലോഡ് ചെയ്തിട്ടുണ്ട്. 160 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 163 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രൈസ് റിജക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് 5 minutesലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി യെസ്, 8 lakhs പ്രോഫിറ്റ്, 9 lakhs ഗുഡ്. മേ ബി ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോഫിറ്റ്സ് നോക്കരുത്, ലെവൽസ് മാത്രം നോക്കി ചെയ്യാൻ ശ്രമിക്കാം. യെസ്, 160 വന്നിട്ടുണ്ട്. യെസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 163 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത പ്രൈസ് നോക്കുകയാണെങ്കിൽ 162.90 എക്സിറ്റ് പ്രൈസ് ഇവിടെ കാണാം. ഈ ഒരു ട്രേഡ് ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി 13,000, അതാണ് 200 ലോട്ട്സ്. എൻട്രി പ്രൈസ് 151.05, എക്സിറ്റ് പ്രൈസ് 162.90. അതായത് 163 നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡേ ഹൈ ലെവലിൽ തന്നെ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. അത് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രീമിയം, ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് 25,700 കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ്, 25,700 സ്ട്രൈക്ക് പ്രൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ പ്രീമിയം ഇപ്പോൾ 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അതൊരു പക്ഷേ 200ലേക്കോ 250ലേക്കോ പോകുമായിരിക്കും. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു? ആ ഒരു ഫസ്റ്റ് 5 minutes ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹൈ റീടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അത് ബ്രേക്ക് ചെയ്തതോടുകൂടി നമ്മൾ ബുക്ക് ചെയ്തു. നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 16 lakhs പ്രോഫിറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. 4.26 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 4.42 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നതിന് ശേഷം അതിൻ്റെ ഒരു റീടെസ്റ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 25,750 ലെവൽ. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ട്രേഡ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്. നമുക്കിവിടെ 1 ഡേ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടൊരു ഡൗൺ ട്രെൻഡിലാണ് നിഫ്റ്റി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 ദിവസത്തെ ഡൗൺ ട്രെൻഡിലായിരുന്നു. അപ്പോൾ ആ 2 ദിവസം വലിയ ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 2 ദിവസം മുമ്പുണ്ടായിരുന്ന ഗ്രീൻ ക്യാൻഡിൽ, അതായത് മൺഡേ വന്നിട്ടുണ്ടായിരുന്ന ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നുണ്ടായിരുന്നു. ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ഡൗൺ ആയി. അതിനുശേഷം ആ ഒരു ലോവർ വിക്ക് ഇവിടെ കാണാം. ഡൗൺ ആയതിനു ശേഷം റിക്കവർ ചെയ്ത് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ ഇന്നലെ നമുക്കറിയാം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചത്. ഇന്ന് വീണ്ടും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ചാർട്ട് 5 minutesലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം പ്രൈസ് റിജക്ഷൻ കാണാം. ഫസ്റ്റ് 5 minutes ക്യാൻഡിലാണിത്. ഇപ്പം നമ്മൾ 1 minutesലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഒരു ഹൈ വന്നതിന് ശേഷം ഒരു പ്രൈസ് ഹയർ ലോ ഫോം ചെയ്തിട്ടുണ്ട്. ഫോം ചെയ്തതിന് ശേഷം ഹൈ ഇനി വരുമോ നമുക്ക് നോക്കാം. എഗെയിൻ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം എൻ്റർ ചെയ്യാം.
ഒരു ഹയർ ലോ വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്ലോസിംഗ് ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് 5 മിനിറ്റ്സിൽ ക്യാൻഡിലിൽ തന്നെ. വീണ്ടും ഹയർ ഹൈ വന്നെങ്കിലും ആ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഡേ വന്നിട്ടുള്ള ഈ ഒരു അപ്പ് മൂവ് ലാസ്റ്റ് അവസാന ഒരു മണിക്കൂറിൽ വന്നിട്ടുള്ള ഈ അപ്പ് മൂവ് ബ്രേക്ക് ചെയ്ത് ഒരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് കോൾ സൈഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് പ്ലാൻസ്. അപ്പോൾ അതുപോലെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ ഓൾറെഡി 16 lakhs പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.